തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഡിവൈഎഫ്ഐ സംസ്ഥാന നേതാക്കൾ തന്നെ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ഡിവൈഎഫ്ഐ സംസ്ഥാന നേതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണം കൂടിയാണ്. തീർച്ചയായിട്ടും ഈ നാടിൻ്റെ ആവശ്യമാണ് ഇടതുപക്ഷത്തിൻ്റെ വിജയം. അതിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളായി പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് 40% യുവജനങ്ങളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഇവിടെ തന്നെ നിങ്ങൾ കണ്ടു 4 പേരാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്യാമ, അംശു വാമദേവൻ, വിനീത്, ആരോമൽ ഉൾപ്പെടെ 4 സ്ഥാനാർത്ഥികളെ ഇവിടെ ഈ പ്രദേശത്ത് തന്നെ മത്സരിപ്പിക്കാൻ ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനമൊക്കെ തയ്യാറാവുകയാണ്. ഡിവൈഎഫ്ഐയെ കളത്തിലിറക്കി മൊത്തം കളം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതെ, അത് ഈ നാടിൻ്റെ ഒരു അംഗീകാരമാണത്. കാരണം ഇവിടെ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും ആ പ്രയാസങ്ങൾക്കൊക്കെ അറുതി വരുത്താൻ ഈ നാടിൻ്റെ നേതൃത്വമായി ഈ യൗവനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ യൗവനത്തിൻ്റെ നേതൃത്വത്തെയാണ് ഇവിടെ അവരുടെ നേതൃത്വമാക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ചത്. ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഇടതുപക്ഷം ഡിവൈഎഫ്ഐക്ക് വലിയൊരു പരിഗണന നൽകിയത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെയൊക്കെ തെളിയുന്നത്. ഇവിടെ കക്ഷി രാഷ്ട്രീയം അപ്രസക്തമാവുകയാണ്. എല്ലാവരുടെയും ആളായിട്ടാണ് ഇവരൊക്കെ ഇറങ്ങുന്നത്. കാരണം ഇവരാണ് ഇവിടുന്ന് പൊതിച്ചോറ് ശേഖരിച്ച് അവിടെ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നത്. ഇവരാണ് കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തത്. ഇവരാണ് വയനാട്ടിൽ ദുരന്തമുണ്ടായ സമയത്ത് ഇവിടുന്ന് വസ്ത്രങ്ങളും അല്ലെങ്കിൽ അവർക്ക് വീട് നിർമ്മിക്കാൻ ആവശ്യമായ ചലഞ്ചുകൾ ഏറ്റെടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് നയിച്ചത്. ഇവരാണ് ഇവിടുത്തെ യുവാക്കളുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടിയിട്ട് തെരുവിൽ അടിയേൽക്കാനും വെടിയേൽക്കാനും തയ്യാറായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇവരെ അല്ലാതെ മറ്റാരെ എന്നൊരു ചോദ്യമാണ് സാധാരണ നിലയിൽ ഇവർ ഉയർത്തുന്നത്. രമേശ് ചെന്നിത്തലയും സുധാകരനും വ്യത്യസ്ത സമയങ്ങളിൽ ഡിവൈഎഫ്ഐയെ കണ്ടുപിടിക്ക് എന്ന് കേരളത്തിലെ മറ്റ് സംഘടനകളോട് സൂചിപ്പിച്ചത് നമുക്കറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡിവൈഎഫ്ഐയുടെ സംഘടനാ പ്രവർത്തനത്തിന് ഈ നാട് നൽകുന്ന അംഗീകാരമാണ് ഈ സ്ഥാനാർത്ഥിത്വങ്ങൾ എന്നുള്ളത്. സംസ്ഥാന നേതാക്കൾ കൂടി എത്തിയപ്പോൾ ഒരു കോൺഫിഡൻസ് ഇരട്ടിയായി വർദ്ധിച്ചു. കോൺഫിഡൻസ് ആദ്യമേ ഉണ്ട്, അത് ഇരട്ടിക്കുന്നത് ഇപ്പോൾ ഇവർ വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം ഈ വാർഡിൽ നല്ല വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ അംശുവിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഡിവൈഎഫ്ഐ നേതാക്കൾ LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പിൽ അത്യുജ്വലമായ വിജയം നേടുക എന്നതാണ് തന്ത്രം. എന്തായാലും യൂത്തന്മാർ കളം പിടിക്കുന്നു, യൂത്ത് സ്ഥാനാർത്ഥികൾ നിറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.